തട്ടിപ്പ്, തെറിപ്പാട്ട്, ഇവനാണ് കേക്കച്ചന്റെ തിരുവനന്തപുരം DCC പ്രസിഡന്റ് നോമിനി. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വലിയ സംവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയവുമായി. തിരുവനന്തപുരം DCC പ്രസിഡന്റിനെ അടിയന്തരമായി മാറ്റണം, അത് തൻ്റെ നോമിനിയായ ചെമ്പഴന്തി അനിലിനെ തന്നെ ആ പദവിയിൽ വെക്കണം എന്ന ഒരൊറ്റ പിടിവാശിയിലാണ് കേക്കച്ചൻ നിൽക്കുന്നത്. കേക്കച്ചന് അമ്പിനും വില്ലിനും അടുക്കാത്തത് കൊണ്ടാണ് ഇപ്രകാരം ഒരു മാറ്റം നടപ്പിലാക്കുവാൻ KPCCക്ക് സാധ്യമല്ലാത്തത്. ശക്തൻ ആ പദവിയിൽ നിന്നും മാറി അതിന് പകരമായി ഒരു മുതിർന്ന നേതാവ് ആ പദവിയിലേക്ക് വരണം. തിരഞ്ഞെടുപ്പുകൾ ആസന്നമായ സാഹചര്യത്തിൽ തലസ്ഥാന നഗരിയിൽ ഒരു ശക്തനായ ഒരു DCC പ്രസിഡന്റ് വേണം. കാരണം സമരങ്ങൾ നയിക്കണം, മറ്റു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം, മറ്റു സാമുദായിക സംഘടനകളുമായി എല്ലാം രമ്യതയിൽ പോകുവാൻ പറ്റുന്ന രീതിയിലുള്ള പ്രാപ്തിയുള്ള ഒരു നല്ല നേതാവ് വേണം എന്നിരിക്കെ കേക്കച്ചൻ ഒരൊറ്റ പിടിവാശിയിലാണ് ചെമ്പഴന്തി അനിലിനെ ആ പദവിയിൽ അവരോധിക്കണം എന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. എന്നാൽ ചെമ്പഴന്തി അനിലിനെ ആ പദവിയിൽ യാതൊരു കാരണവശാലും വെക്കുവാൻ സാധ്യമല്ല എന്ന ഒരു നിലപാടാണ് KPCC എടുത്തത്. KPCC അപ്രകാരം ഒരു നിലപാടെടുക്കുവാൻ കാരണം ഈ ചെമ്പഴന്തി അനിലിനെ കുറിച്ച് വളരെ വലിയ ഒരു വിവാദ പുരുഷനാണ്, വളരെ കളങ്കിതനായ ഒരു നേതാവാണ്. ഇദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, ഗുണ്ടാ പ്രവർത്തനങ്ങൾ, അതുപോലെ പൂരപ്പാട്ട്, മാധ്യമപ്രവർത്തകരെ തെറിവിളിക്കുക തുടങ്ങിയ പലതരത്തിലുള്ള ആരോപണങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ ഒരു ഗുണ്ടാ നേതാവ് എന്ന ഒരു പരിവേഷമാണ് ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ KPCC ചെമ്പഴന്തി അനിലിനെ ആ പദവിയിലേക്ക് യാതൊരു കാരണവശാലും വെക്കാൻ സാധ്യമല്ല എന്നറിയിച്ചപ്പോൾ അപ്രകാരം ഒരു നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ താൻ KPCCയുടെ ഒരു പരിപാടികളിലും പങ്കെടുക്കില്ല, പാർട്ടിയുമായി സഹകരിക്കത്തില്ല എന്ന ഒരു കടുത്ത നിലപാടിലാണ് ഇയാൾ നിൽക്കുന്നത്. കാരണം ഇത്രയും കളങ്കിതനായ ഒരു മ്ലേച്ഛനായ ഒരു തട്ടിപ്പ് വീരനെ എന്തുകൊണ്ട് DCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഈ കേക്കച്ചൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇദ്ദേഹം ഒരു ഗുണ്ടാ നേതാവാണ്. തലസ്ഥാന നഗരത്തിലെ പ്രധാനപ്പെട്ട ഗുണ്ടകളുമായുമെല്ലാം വളരെയേറെ അടുത്ത ബന്ധവും ഒരു ഗാങ്സ്റ്ററുടെ റോള് വഹിക്കുവാൻ പറ്റാവുന്ന ഒരാളാണ്. കേക്കച്ചനെ സംബന്ധിച്ചോളം ഇപ്പോൾ തലസ്ഥാന നഗരിയിൽ അയാൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതുപോലൊരു ഗുണ്ടാ നേതാവ് അയാൾക്ക് ആവശ്യമാണ്. ശരത്ചന്ദ്ര പ്രസാദിനെ അവിടെ വെക്കണമെന്ന് ഒരു ആവശ്യം ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇയാൾക്ക് ഒരു കാരണവശാലും ഒരു ഈഴമ നേതാവ് ആ പദവിയിൽ വരുന്നത് സഹിക്കാൻ പറ്റത്തില്ല എന്നതാണ് മറ്റൊരു സുപ്രധാനമായ കാര്യം. ഈ ചെമ്പഴന്തി അനിലിനെ എന്തുകൊണ്ട് KPCC എതിർക്കുന്നു എന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹം 2010 മുതൽ 2014 വരെയുള്ള കാലയളവിൽ കേരള ശിശുക്ഷേമ സമിതിയുടെ വൈസ് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുകയായിരുന്നു. അതുമാത്രമല്ല ഇദ്ദേഹം മുൻ DCC ജനറൽ സെക്രട്ടറി പദവിയൊക്കെ വഹിച്ചിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയുടെ വൈസ് പ്രസിഡന്റായി വരവേ 2010 മുതൽ 2014 വരെയുള്ള കാലയളവിൽ വമ്പിച്ച തട്ടിപ്പുകൾ നടത്തി എന്ന കണ്ടെത്തലിനെ തുടർന്ന് അന്നത്തെ പ്രസിഡന്റ് സുനിൽ C. കുര്യനെയും ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടിരുന്നു. ആഴ്ചകളോളം ഇവർ ജയിലിൽ കിടന്നിരുന്നു. കേരള ശിശുക്ഷേമ സമിതിയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, ആ അനാഥ ബാല്യങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി വഹിക്കുന്ന ആ സ്ഥാപനത്തിലിരുന്നു കൊണ്ട് തീവെട്ടിക്കൊള്ള നടത്തി എന്ന് പറഞ്ഞാണ് ഇവരെ അന്ന് അറസ്റ്റ് ചെയ്തത്. അതായത് ഈ ദത്ത് നടപടിക്രമങ്ങളിൽ വെള്ളം ചേർത്ത് വിദേശ മലയാളികൾക്ക് കുഞ്ഞുങ്ങളെ വിറ്റു എന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ സമിതി അന്ന് സ്റ്റാമ്പ് ഇറക്കിയതുമായി ബന്ധപ്പെട്ട ലക്ഷങ്ങളുടെ തട്ടിപ്പുകൾ നടത്തി. അതുപോലെ തന്നെ ആ കാലയളവിൽ ഉദ്യോഗസ്ഥ നിയമനവുമായി ബന്ധപ്പെട്ട കോടികൾ കൈക്കൂലി വാങ്ങി എന്നതൊക്കെയായിരുന്നു അന്ന് ഇദ്ദേഹത്തിനെതിരെ അന്ന് കേസെടുക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിടുകയും ചെയ്തത്. അന്നേരം ഇപ്രകാരമുള്ള ഒരു കളങ്കിതനായ ഒരു നേതാവിനെ വേണോ ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ വരുമ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ തലസ്ഥാന നഗരിയിൽ ഈ പാർട്ടിയുടെ KPCCയുടെ ആസ്ഥാനമിരിക്കുന്ന, അതല്ലെങ്കിൽ ഏറ്റവും സുപ്രധാനമായ തലസ്ഥാന നഗരിയിലെ ഒരു DCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇതുപോലൊരു കളങ്കിതനായ ഒരാളെ വേണോ ആ പദവിയിൽ ഇരുത്താൻ എന്നാണ് KPCC ചോദിക്കുന്നത്. പക്ഷേ കേക്കച്ചൻ ഒരൊറ്റ പിടിവാശിയിലാണ് എങ്ങനെയും തൻ്റെ ആസ്മാദിയെ, തൻ്റെ സിൽബന്തിയെ അവിടെ കൊണ്ടുവരണമെന്നാണ് ഇയാൾ പറയുന്നത്. ഈ തട്ടിപ്പുകളെല്ലാം ഇയാളുടെ കൂട്ടുകാരനായ അനിൽ ചെമ്പഴന്തിയെ അവിടെ വേണമെന്നാണ് ഇയാൾ പറയുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ എതിർക്കുന്ന, അതല്ലെങ്കിൽ ഇയാളുടെ തട്ടിപ്പുകളെ പുറത്തു കൊണ്ടുവന്ന, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്നും പറഞ്ഞ് ഒരു തലസ്ഥാന നഗരിയിലെ
ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ ഇയാൾ വിരട്ടുകയുണ്ടായി. ഇദ്ദേഹം ഒരു ദിവസം വെള്ളമടിച്ച് ഫിറ്റായ ശേഷം ആ പ്രാദേശിക മാധ്യമപ്രവർത്തകനെ വിളിച്ച് വിരട്ടുന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇനി പ്രേക്ഷകരെ നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് കേക്കച്ചൻ്റെ കൂട്ടുകാരനായ ചെമ്പഴന്തി അനിൽ, ഒരു പ്രാദേശികമായ ഒരു നേതാവ് ഇയാളുടെ തട്ടിപ്പിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അയാളെ വിളിച്ച് നേരിട്ട് ഭീഷണിപ്പെടുത്തുന്നതാണ്. നിങ്ങൾ ഓർക്കുക, ഇയാളെയാണ് DCCയുടെ പ്രസിഡന്റായിട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. ഇയാളുടെ ഒരു നിലവാരം നിങ്ങൾ നോക്കുക. ഒരു തെരുവ് ഗുണ്ടയേക്കാളും കഷ്ടമായ, അത്രയും പോലും ഒരു നിലവാരമില്ലാത്ത ഇയാളെയാണോ ഈ പ്രസ്ഥാനത്തിൻ്റെ DCCയുടെ അധ്യക്ഷനായി വെക്കേണ്ടത് എന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഇയാളെ റെക്കമെൻഡ് ചെയ്യുന്ന ഈ കേക്കച്ചൻ്റെ ഒരു മനോവികാരം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇയാളുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ എത്രക്കാരാണ് എന്ന ഒരു ഫീല് നമുക്ക് കിട്ടും. ഇനി ഈ അനിൽ ചെമ്പഴന്തി ആ പ്രാദേശിക മാധ്യമ പ്രവർത്തകനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന കാരണം പറഞ്ഞ് അയാളെ വിളിക്കുകയും വിരട്ടുകയും പച്ച തെറി വിളിക്കുന്നതും നിങ്ങൾ കേട്ട ശേഷം നമുക്കുടനെ മടങ്ങി വരാം. ഇയാളാണ് കേക്കച്ചൻ്റെ DCC പ്രസിഡന്റ് നോമിനി. ഹലോ അരുൺ, ഞാൻ ചെമ്പഴന്തിയാണ്. എനിക്കെതിരായിട്ട് പോസ്റ്റ് എടുത്തത് മാന്യമായി താങ്കളോട് ഞാൻ പറയുന്നു. കേട്ടല്ലോ? അപ്പൊ ഞാൻ ഇനിയിപ്പോ സംസാരമില്ല. അല്ല, അങ്ങനെ നിങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് നിങ്ങളെ അങ്ങനെ വലിയ പരിചയമില്ല, ഒന്നുമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എനിക്കെതിരായിട്ട് പോസ്റ്റ് എടുത്തത്. അല്ലല്ല, അത് നിങ്ങൾ പറഞ്ഞ വേറെ ആരോടെങ്കിലും പറഞ്ഞോ, അതൊക്കെ നിങ്ങൾ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു എനിക്കെതിരായിട്ട് പോസ്റ്റ്. നിങ്ങൾ വേണമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചോ. റെക്കോർഡ് ചെയ്തതിന് വെച്ചോ, ഞാനിങ്ങനെ പറഞ്ഞൊന്നും തന്നെ വെച്ചോ. മേലിൽ എനിക്കെതിരായിട്ട് പോസ്റ്റ് ഇടരുത്. ഓക്കെ? ഹലോ, ഓക്കെ? അല്ല, അത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. അല്ല, അത് നിങ്ങൾ തീരുമാനിക്കുക ചെയ്തോളൂ. എനിക്കെതിരായി ചെയ്യരുതെന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുണ്ട്. ഞാൻ അതിന് നുണയൊന്നും ഇട്ടില്ല. ഞാൻ അനാവശ്യമായ കാരണങ്ങളൊന്നും ഇട്ടിട്ടില്ല. നിങ്ങളുടെ ഏത് കാരണം, ശരി, ഞാൻ വലിയ അഴിമതിക്കാരനായിരിക്കും, ഞാൻ ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിരിക്കും, അതൊക്കെ ആയിക്കോട്ടെ. നിങ്ങൾ എനിക്കെതിരായിട്ടിടരുതേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ വരുന്ന സാധനങ്ങൾ, എന്റെ പോസ്റ്റിൽ വരുന്ന സാധനങ്ങൾ എനിക്ക് ഷെയർ ചെയ്യുന്നതിന് ആരുടെ അനുവാദത്തിന്റെ ഒരിക്കൽ പോലും ഇനി നീ ചെയ്യരുത് എന്നാണ് നിന്നോട് ഞാനിപ്പോ പറയുന്നു. അത് ഞാൻ ആലോചിക്കും ചെയ്യണോ വേണ്ടെന്ന്. ശരി, ആയിക്കോട്ടെ. അതാണ് ഇപ്പൊ ഞാൻ നിന്നോട് നേരിട്ട് ഞാൻ പറയുന്നത്. നിന്നോട് ഞാൻ നേരിട്ട് പറയുന്നത്. നിങ്ങൾ എന്നോട് നേരിട്ട് ഫോണിൽ കൂടെ എന്ത് പറഞ്ഞാലും എനിക്കത് പറഞ്ഞില്ല. എനിക്ക് ചെയ്യാനുള്ള നീ കേട്ടല്ലോ. ഇനി നിന്റെ ഒരു പോസ്റ്റ് എനിക്കെതിരായിട്ട് പോസ്റ്റ് വരരുത്. ഞാൻ പോസ്റ്റ് ഇടണോ വേണ്ടത്? വരരുതെന്ന് പറഞ്ഞാൽ വരരുത്. നിങ്ങൾ പേടിപ്പിക്കാ, നിങ്ങളുടെ കൂടെ ഉള്ളത് നിങ്ങൾ പേടിപ്പിച്ചാ. നീ വരരുതെന്ന് പറഞ്ഞാൽ വരരുതെന്ന് തന്നെയാണ്. നിന്റെ മോളിൽ നിയന്ത്രിക്കുന്നവരോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. വരരുത് എന്ന് പറഞ്ഞാൽ വരരുത് എന്ന് തന്നെയാണ് അതിന്റെ. നിങ്ങൾ പേടിപ്പിക്കാതെ നിന്നെ ഞാൻ പേടിക്കാൻ. ശരി, എന്നാ ഒരു കാര്യം ചെയ്യാം. നിന്നെ ഞാൻ പേടിച്ച അല്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചത്? അല്ല, നീ അങ്ങോട്ട് ഇടറാ. എന്നെ എനിക്കെതിരായിട്ട് നീ പോസ്റ്റ് അങ്ങോട്ട് ഇടറാ. ഞാനിടും, നിങ്ങൾ കണ്ടോ മോനെ? നീ ഇട്ടൊന്ന് നോക്കടാ. നീ ഇട്ട് നോക്കടാ. ഞാനിടാ, നിങ്ങൾ ചെയ്യാനുള്ള ചെയ്. നിങ്ങൾ തുടങ്ങിയില്ലേ? നീ ഇട്ട് നോക്കടാ. നിന്നോട് പറയാനുള്ളവരെടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ നേർക്ക് നേർന്നാ പറയണത്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ നേർക്ക് ഫോണിൽ കൂടെ വിളിച്ചോ. അവിടെ ദൂരത്ത് പറയണോ? അയ്യോ, നിന്റെ വീട്ടിൽ വന്ന് പറയാൻ വേണ്ടി. പിന്നെ വേണ്ടാതിനും പറയിപ്പിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ വിളിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ മര്യാദ. ഇതിനാണ് മര്യാദ. ഞാൻ നിന്നോട് പറയുകയാണ് ഇപ്പോഴും. ഞാൻ ജീവനോട് പറഞ്ഞു, നിങ്ങൾ ആരോട് വേണേലും പറഞ്ഞു. എന്റെ ഫേസ്ബുക്കിൽ വരുന്ന കാര്യങ്ങൾ, വാർത്താ പ്രാധാന്യമുള്ള കാരണങ്ങൾ എനിക്കിടാൻ എനിക്കാരുടെ അവകാശത്തിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പറ്റി വന്നാൽ ഞാൻ ഇടും. എന്റെ അമ്മയും നിന്റെ അമ്മയും ഞാനും തമ്മിൽ കൂട്ടി കിടന്നു എന്ന് പറഞ്ഞാൽ നീ അത് നിങ്ങൾ തോന്നിയ എന്താ അത് മാത്രം തോന്നിയാസായി പോണത്? ഇടോ തനിക്ക് വേണ്ട മോനെ, അത് മാത്രം തോന്നിയാസായി പോണേ. ഇടോ തനിക്ക് ആണത്തോ? പിന്നെ എന്നെ കുറിച്ച് പറയണ മാത്രമാണ്. എനിക്കിപ്പോ
ആഗ്രഹം അത് ഞാൻ ഇടും. പാർട്ടി താൻ വാ, താൻ നേരിട്ട് വാ. പിന്നെ നേരിട്ട് നീ ഒരുപാട് നേരിട്ട് അങ്ങ് വിളിക്കുന്നു. ആ, പിന്നെ നേരിട്ട് വന്ന് നീ ഞങ്ങളെയൊക്കെ എടോ വാടോ, വന്ന് നോക്കടോ. ഇറങ്ങി ആ, ഒന്ന് വാ, വന്ന് നോക്ക്. പിന്നെ വന്നാ നീ താൻ വന്ന് നോക്കടോ. തനിക്കെന്താ സംശയം? വരാനെന്താ പേടി? ഓ താൻ ഈ ഫോണിൽ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കാനല്ലേ നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ മുമ്പേ വിളിച്ചിട്ടില്ല നിങ്ങളുടെ ഒരുത്തനെ, നിങ്ങളുടെ താങ്ങുന്ന ഞാൻ ഒരുത്തരം വിളിപ്പിക്കുന്നത്. ഞാൻ നിന്റെ നേർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ നേർക്ക് നിന്റെ ഫോണിലല്ലേ നീ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് കൊടുറ എവിടെയെന്ന് വെച്ചാ ഞാൻ കൊടുക്കാം. നിങ്ങൾ നോക്കി എവിടെയെന്ന് വെച്ചാൽ കൊടുക്കടാ എവിടെയെന്ന് വെച്ചാൽ നീ കൊടു. നീ എവിടെയെന്ന് വെച്ചാൽ കൊടു. നീ എവിടെയെന്ന് വെച്ചാൽ കൊടു. ഏത് സുപ്രീം കോടതിയാണ് നീ കൊടുറ എനിക്കെതിരായിട്ട് നീ കൊടുത്തു നോക്ക്. ഞാൻ കൊടുക്കോ ഇല്ലെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്ക്. ഇനി അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ. പിന്നെ നീ വലിയ പട്ടി. നിങ്ങൾക്ക് നിങ്ങളുടെ തന്തയും തള്ളയും തെറി വിളിച്ച് ശീലമുള്ള നിങ്ങൾക്ക് ആരെയും തെറി വിളിക്കുന്നത് നിങ്ങൾക്ക് കൂടുതലില്ല. മനസ്സിലായോ? എടാ ഇന്ന് നിന്നെ ഇത് പറഞ്ഞില്ലെങ്കിൽ, ഇന്ന് നിന്നെ ഇത് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു നിനക്ക് തോന്നും. എന്നെ വിളിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ പോയി വീട്ടിലുള്ളവരെ എടാ ഇന്ന് നിന്നെ ഇത് വിളിച്ച് പറഞ്ഞ് നിന്നെ ഈ പോസ്റ്റ് ഞാൻ വൈകുന്നേരമാണ് കണ്ടത്. ഇന്നത് പറഞ്ഞ് നിന്നത് വിളിച്ചില്ലെങ്കിൽ നീ വിചാരിക്കും ഞാൻ ആണെന്ന് നീ വിചാരിച്ചു പോകും. എടോ താൻ കാര്യം ചെയ്തുകൊണ്ടല്ലേ ഇത് ഇടേണ്ടത് വന്നത്? ആണടാ ആണ്. സഹിച്ചു. നിന്റെ അമ്മയുടെ കൂടെ അല്ല ഞാൻ വന്ന് കിടന്നത്. താൻ നേരിട്ട് വന്നേരം ഞാൻ കാണിച്ചു. അത് കൂടെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ തനിക്കും കേട്ടോ. കള്ളോടെ കിടന്നാൽ മതി. ഇറങ്ങി പോട. ബാക്കിയുള്ളവരുടെ കണ്ടല്ലോ കേക്കച്ചന്റെ DCC പ്രസിഡന്റ് നോമിനിയുടെ ആ സംസ്കാരം കണ്ടല്ലോ. ഇദ്ദേഹത്തിന് വേണ്ടിയാണ് കേക്കച്ചൻ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി KPCCയുമായി വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. KPCCയുടെ പരിപാടികളിൽ പങ്കെടുക്കാത്തത് ഈ കേക്കച്ചന്റെ നിലവാരം ഇദ്ദേഹത്തിന്റെ ഈ KPCC നോമിനിയുടെ ഈ സെലക്ഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിന് വേണ്ടിയാണ് കേക്കച്ചൻ മുറവിളി കൂട്ടുന്നത് എന്ന് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കന്മാരെയും നിങ്ങൾ ആലോചിക്കുക. ഇതുപോലൊരു കളങ്കിതനെയാണോ DCCയുടെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരേണ്ടുന്നത്? ആലോചിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.